തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ എബ്രഹാം തോമസ് തിരുവല്ല. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഒരു ദിവസം കൂടെ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് തന്നു, ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം. നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്നതാകുന്നു ഏറ്റവും ഭാഗ്യമേറിയ ജീവിതം. അതെങ്ങനെ സാധിക്കേണ്ടത്? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം അവിടെ ഇങ്ങനെയാകുന്നു പറയുന്നത്: മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ രണ്ടുപേരുടെ കാര്യം പറയുന്നു. ഒരു കള്ളൻ, മറ്റൊന്ന് ഞാൻ. ഇവിടെ കള്ളൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ സാധാരണ മോഷ്ടിപ്പാൻ വരുന്ന ഒരു കള്ളനോട് റെഫർ ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്ന കള്ളൻ ആ കള്ളൻ ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു കാര്യം നാം അറിയാതെ ചെയ്യുന്നു എന്നാകുന്നു. അതാരാ? പിശാച് എന്നുള്ള കള്ളൻ. പിശാചിനെ പറ്റി പറയുന്ന വാക്കുണ്ട് സാത്താൻ കള്ളനും അവന്റെ അപ്പനുമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പിശാച് എന്തിനാ വരുന്നത്? മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ. നമ്മുടെ ജീവിതത്തിലുള്ള യഥാർത്ഥ നന്മകൾ, ചെറിയ പ്രായത്തിലൊക്കെ കേട്ട് വന്നിരുന്ന മാതാപിതാക്കൾ പറഞ്ഞ ചില നന്മകളൊക്കെ ഒരു യൗവനപ്രായത്തിൽ വരുമ്പോൾ അതിപ്പോ കാണുന്നില്ല. എന്തു പറ്റി? അത് മോഷ്ടിച്ചുകൊണ്ട് പോയി. ആരാ മോഷ്ടിച്ചത്? പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പം മോഷ്ടിക്കുക, അറുക്കുക, നമ്മെ ഇല്ലാതാക്കുക, നമ്മെ മുടിക്കുക, നമ്മെ നശിപ്പിക്കുക, അതിനുവേണ്ടിയുള്ള എത്രയോ മാധ്യമങ്ങൾ, എത്രയോ കൂട്ടുകാർ ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതാകുന്നു പിശാച് ചെയ്യുന്ന കാര്യം. എന്നാൽ ഞാൻ ചെയ്യുന്നത് എന്താ? ക്രിസ്തു പറയുക, കർത്താവ് പറയാവുന്നു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. ക്രിസ്തു രണ്ട് കാര്യം തരാൻ വേണ്ടിയാ വന്നത്. ഒന്ന്, നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ. അപ്പൊ നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ജീവനില്ല, ജീവൻ നഷ്ടപ്പെട്ടവരാകുന്നു നാം. എങ്ങനെയാ ജീവൻ നഷ്ടപ്പെട്ടത്? ഏദൻ തോട്ടത്തിൽ ദൈവം ആദമിനെ ഹവ്വയെ ആക്കിയതിനു ശേഷം പറഞ്ഞു, ഈ തോട്ടത്തിന് നടുള്ള വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, ദൈവത്തെ കൽപ്പനയാകുന്നു, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അവർ തിന്നു. പിശാചാകുന്നു തിന്നാൻ പ്രേരിപ്പിച്ചത്. അവർ തിന്ന നാളിൽ കർത്താവിന്റെ വചനപ്രകാരം അവർ മരിച്ചു. മരിച്ചത് മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. അതിൽ ദേഹം മരിച്ചില്ല, ദേഹി മരിച്ചില്ല, മരിച്ചത് ആത്മാവാകുന്നു. ഈ ആത്മാവിന്റെ മേഖല ദൈവത്തോട് ബന്ധപ്പെടുന്ന ഭാഗമാകുന്നു ആത്മാവ്. ഈ ആത്മാവിന്റെ മേഖലയിൽ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു, ദൈവത്തോട് വേർപെട്ടു. അങ്ങനെ വേർപെട്ട ഞാൻ ദൈവത്തോട് ബന്ധപ്പെടുമ്പോഴാകുന്നു ജീവൻ ഉണ്ടാകുന്നത്. അങ്ങനെ ജീവൻ ഉണ്ടാകുവാൻ എന്ത് സംഭവിക്കണം? ജീവൻ ഉണ്ടാകുവാൻ ഞാൻ വന്നു. ആ ഞാൻ വന്നു എന്ന് പറയുന്ന കർത്താവാ. ആ കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് വരണം, ജീവനില്ലാത്ത ഇടത്തേക്ക് വരണം. അവൻ ഏത് ജീവനാ? ദൈവത്തിന്റെ ജീവനാകുന്നു. യോഹന്നാൻ 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ജീവനാകുന്ന ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വരുമ്പോൾ ജീവനില്ലാത്ത എന്റെ ഹൃദയത്തിൽ ആത്മീയമായ ജീവൻ എനിക്കുണ്ടാകുക. അങ്ങനെ ജീവൻ ഉണ്ടായാൽ മാത്രം പോരാ, ജീവൻ ഉണ്ടായി എന്ന് അവകാശപ്പെടുകയും ഇന്നലെ ജീവിച്ചതുപോലെ തന്നെയുള്ള മോശമായ ജീവിതം ജീവിക്കുകയും കഴിഞ്ഞാൽ അത് ജീവൻ ഉണ്ടായി എന്ന് പറയുവാൻ സാധിക്കത്തില്ല. പലരെ പറ്റിയും പറയാനുള്ള വാക്കുണ്ട്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും.
ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്, പക്ഷെ ആത്മീയമായി ചത്ത അവസ്ഥയിൽ തന്നെ ഇപ്പോഴും ജീവിക്കുന്നത്. ലോകം ചെയ്യുന്ന എല്ലാ കാര്യവും ചെയ്യുക, മോശമായ കാര്യങ്ങൾ ചെയ്യുക, പക്ഷെങ്കിൽ ഈ ക്രിസ്തു ഹൃദയത്തിൽ വരണം ഒന്നാമതായിട്ട്. അങ്ങനെ ക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ ക്രൈസ്റ്റ് ഇൻ, ക്രിസ്തു എന്റെ ഉള്ളിൽ, ക്രിസ്ത്യാനി, ദൈവ പൈതൽ എന്നുള്ള അനുഭവത്തിലേക്കാകുന്നു വരുന്നത്. അങ്ങനെ വരുന്ന വ്യക്തി സമൃദ്ധമായ ജീവൻ ഉണ്ടാകണം, സമൃദ്ധിയുടെ ജീവൻ ഉണ്ടാകണം. ആത്മീക ജീവിതത്തിന്റെ എല്ലാ ക്വാളിറ്റിയും ക്രിസ്തു പുറപ്പെടുവിക്കുന്ന ജീവിതശൈലി മുഴുവൻ പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ തീരണം. പക്ഷേ തുടക്കത്തിൽ എന്താ സംഭവിക്കേണ്ടത്? ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വരണം. ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വരണമെന്നുണ്ടെങ്കിൽ എന്റെ യഥാർത്ഥ അവസ്ഥ ഞാൻ ക്രിസ്തുവിനോട് സമ്മതിക്കണം. കർത്താവേ, ഞാനൊരു പാപിയാ, പാപത്തിൽ പിറന്നവൻ, പാപത്തിൽ ഉരുവായവൻ. ഞാൻ എത്ര ശ്രമിച്ചണക്കെയും എനിക്ക് പാപം ചെയ്യാതിരിക്കാൻ സാധിക്കുന്നില്ല. ചെയ്യണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമയം വരുമ്പോൾ ചെയ്തു പോവുകയാകുന്നു. ഞാൻ എത്രയോ വലിയ പാപിയാകുന്നു. എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ അവിടുന്ന് സ്വർഗം വിട്ടു വന്നത്. എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ അവിടുന്ന് ക്രൂശിൽ മരിച്ചത്. എന്റെ പകരക്കാരനായിട്ടാണല്ലോ അവിടുന്ന് ശിക്ഷകൾ മുഴുവൻ അനുഭവിച്ചത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പറയണം. കർത്താവെ, എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് പറയണം. കർത്താവെ, എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. പാപ സ്വഭാവത്തോട് ഞാൻ വിട പറയുന്നു. എന്നെ ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. അങ്ങേ എന്റെ ഹൃദയത്തിലേക്ക് എന്റെ കർത്താവായി, എന്റെ രക്ഷിതാവായി ഇപ്പോൾ തന്നെ ഞാൻ സ്വീകരിക്കുന്നു. എന്റെ കർത്തൃത്വം ഞാൻ അങ്ങേക്ക് വിട്ടുതരുന്നു. ഇവിടെ മുതൽ അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന പോലെ മാത്രമുള്ള ഒരു ജീവിതം നയിച്ച് അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ ആ തീരുമാനമെടുക്കുമോ? കർത്താവിനോട് അങ്ങനെ പറയുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു ദൈവവേദനായി ജീവിച്ച് ദൈവത്തിന് ഏറ്റവും അധികം മഹത്വം വരുത്തുവാൻ നിങ്ങളുടെ ജീവിതം മുഖാന്തരമായി തീരട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി.